നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള അവൽ മിൽക്കാണ്. കോഴിക്കോടൻ ഭാഗത്ത് മലബാർ ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ കടകളിലെല്ലാം കിട്ടുന്ന ഐറ്റമാണത്. നമ്മൾ ആദ്യം 2 കപ്പ് അവൽ നല്ല രീതിയിൽ വറുത്തെടുക്കുകയാണ്. അത് ഓവറായിട്ട് കുക്കാക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവുന്നവരെ നമ്മൾ നെയ്യൊന്നും ഒഴിക്കുന്നില്ല. അത് നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇത് ഷേക്ക് ഉണ്ടാക്കുന്ന മെത്തേഡ് തന്നെയാണ്. ഇതിൽ പാളയം കുടമ്പഴോ പൂവമ്പഴോ യൂസ് ചെയ്തിട്ട് അല്പം പഞ്ചസാര എടുത്ത് നമ്മൾ ഇതിനൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അതിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒഴിച്ചു. കട്ടിപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയിട്ടുള്ള പാല് ഒഴിച്ചു കൊടുത്താൽ നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു അവൽ മിൽക്ക് കിട്ടും. അത് നമ്മൾ ഇനിയും മിക്സ് ചെയ്യുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ അവൽ നമ്മൾ ഇട്ട് കൊടുത്തു. അതിലേക്ക് റോസ്റ്റഡ് ആയിട്ടുള്ള കപ്പലിൻ്റെ ഇട്ട് കൊടുത്തു. ഗാർണിഷിനായിട്ട് ടൂട്ടി ഫ്രൂട്ടി, കാഷ്നട്ട്, പിന്നെ നമ്മൾ ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാലിൻ്റെയും പഞ്ചസാരയുടെയും പഴത്തിൻ്റെയും മിക്സ് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ബൂസ്റ്റ് 2 ടേബിൾ സ്പൂൺ, വീണ്ടും ഗാർണിഷിനായിട്ട് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അവൽ നമ്മൾ വീണ്ടും 1 ടേബിൾ സ്പൂൺ. ഇനി ഇത് ഗാർണിഷിനായിട്ട് തന്നെയാണ് നമ്മൾ ഐസ്ക്രീം യൂസ് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ കപ്പലിൻ്റെയും ടൂട്ടി ഫ്രൂട്ടിയും ചേർത്ത് മിക്സ് ചെയ്യുകയാണ്. നമുക്കിതിൽ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം, പഞ്ചസാര, നമുക്കിതെല്ലാം ആവശ്യത്തിൻ്റെ അളവിൽ വീണ്ടും എടുത്ത് നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. ഗാർണിഷിനായിട്ട് ചെറിയൊക്കെ ഇട്ട് നമ്മളിത് അപ്പം തന്നെ സെർവ് ചെയ്യണം. ഒരുപാട് നേരം വച്ചുകൊണ്ടിരിക്കരുത്. നമ്മുടെ അവൽ മിക്സായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടില്ല. ഒരു ക്രഞ്ചി ടെസ്റ്റ് കിട്ടി നമ്മൾ അപ്പം തന്നെ സെർവ് ചെയ്താലാണ് അതിന് ഫുൾ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇതിൽ കോൺഫ്ലെക്സ്, ചോക്കോ ഫ്ലെക്സ് ഒക്കെ ഇട്ട് യൂസ് ചെയ്യാവുന്ന ഐറ്റമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ എടുക്കുന്ന പഴം കൂടുതലും ചെറുപഴത്തിൽ തന്നെ നല്ല പഴുത്ത് നോക്കിയിട്ട് എടുക്കുക. അത് ഈ പറഞ്ഞ ഞാലിപ്പൂവനായാലും പൂവൻപഴമായാലും നമുക്ക് ഇഷ്ടമുള്ള ഇത് നോക്കിയിട്ട് നമ്മൾ എടുക്കുക.